എങ്കിൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് സ്പ്രെഡ് ചെയ്യാം. നമുക്ക് പൊതുവേ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്യാറ്. കാരണം എൻ്റെ ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജേർണലിംഗ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കളർ ഷീറ്റ് കുറേ ആയിട്ട് മേടിച്ച് വെച്ചിട്ട്, പക്ഷേ ഈ ഒരു കളർ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര നല്ല കളറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് തന്നെ ചെയ്യാം എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇമോഷൻസും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജേർണലിംഗ് ചെയ്യുക പൊതുവേ. ഞാൻ അങ്ങനെയാണ് ജേർണലിംഗ് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഭംഗിയോ കളറോ ഒന്നും ഞാൻ അധികം നോക്കാറില്ല. പിന്നെയെന്ന് വെച്ചാൽ ഈ ജേർണലിംഗ് ചെയ്യാൻ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഒന്നുമില്ല. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഭയങ്കര നന്നായിട്ട് ചെയ്യണം, ഇങ്ങനെയൊന്നുമില്ല. എത്രത്തോളം എനിക്കത് കംഫർട്ടബിൾ ആണെന്നുള്ളതാണ് ഞാൻ നോക്കാറുള്ളത്. ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് ഉപകാരപ്പെടുന്നതും അതുപോലെ ഞാൻ ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ജേർണലിംഗ് എന്നുള്ളത്. ഞാൻ പൊതുവെ എഴുതി മാത്രം ജേർണലിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് എൻ്റെ ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് പിന്നെയും ഞാനിങ്ങനെ വെട്ടി ഒട്ടിക്കാനും വരയ്ക്കാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. വരയ്ക്കാറുണ്ടായിരുന്നു, പക്ഷേ വെട്ടി ഒട്ടിച്ചൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാം ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എല്ലാം പറഞ്ഞു വന്നപ്പോഴത്തേനും നമ്മൾ ജേർണൽ ഫുള്ളായി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇത്രയും ആയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം ചെയ്തിട്ട് ഫ്ലിപ്പ് ത്രൂ ചെയ്യാം.